ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ മസാല നമുക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞ് നമുക്ക് ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പെരട്ടി നമുക്ക് ഒരു 15 മിനിറ്റോളം മാറ്റി വെച്ചേക്കാം. ഇനി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് മല്ലി, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായും ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു 6 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചു മാറ്റി വെക്കാം. ഇനി ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് തീരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്ന് ആ തവി കൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരുന്ന ആ മസാല ഉണ്ടല്ലോ, അതും പിന്നെ അതിന്റെ കൂടെ ജാറ് കഴിയ വെള്ളവും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 15 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ. 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ഇന്ന് മസാലയൊക്കെ കുറുകി ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എന്തിന്റെയും കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.